എല്ലാവർക്കും പുതിയ ഒരു ദിവസത്തേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ദിവസം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഞങ്ങളുടെ ബൊഗൈൻവില്ല. ഞാൻ നട്ടിട്ടിപ്പോൾ ഒരു 1.5 വർഷമായി. പെരുവത്തി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ഈ സൈഡിൽ നമ്മൾ നട്ടിട്ടുണ്ട്. അത് വലുതായി. പിന്നെ കുറേ ബൊഗൈൻവില്ലകൾ ഞാൻ ഇവിടെ നട്ടു. ഇതൊരെണ്ണം, അതിൻ്റെ ഇപ്പുറത്ത് റെഡ് ഒരെണ്ണം, ഇതൊരെണ്ണം, ഈ വൈറ്റ് ഒക്കെ നട്ടിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി കുറേ ചട്ടികളുണ്ട്, അതിനൊന്നും നമ്മൾ നട്ടിട്ടില്ല. പിന്നെ ഈ സൈഡിൽ നമ്മൾ കലാത്തിയ കുറച്ച് നട്ടിട്ടുണ്ട്. അങ്ങനത്തൊക്കെ എല്ലാം ഇന്നലെ വെള്ളം വന്നു, അപ്പോൾ അതൊക്കെ ഒഴിച്ച് അത്യാവശ്യം വെള്ളം നനവും തറയൊക്കെ നനവുള്ളത് കൊണ്ട് വളർന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കണ്ടുപോകാൻ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീട്ടിനകത്ത് കയറുമ്പോൾ ഇതാണ്. വീഡിയോ ആണ്. ഗുഡ് മോർണിംഗ് ഇല്ല. അവിടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു കൊച്ചി TV. ഇതോടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. പുട്ടിനുള്ള എന്താണ് ചോറ് കൊടുക്കുന്ന കാര്യം എന്ന് അടുത്താഴ്ച പോകണം. അതിന് മുമ്പായിട്ട് ചോറ് കൊടുക്കണ്ടേ? ഇന്ന് അവർക്ക് തിരക്ക്. രാവിലെ അമ്മയ്ക്ക് പോയി തിരക്ക്. നാളെ പറ്റുള്ളൂ കേട്ടാ. ചേച്ചിയും പറഞ്ഞാൽ കൊച്ചിന് ചോറ് കൊടുക്കുന്ന കാര്യം പറഞ്ഞതാ. രണ്ട് ഇങ്ങനെ ഇരിക്കുന്ന പിടിച്ചിട്ടുണ്ട്. കുത്തി പിടിക്കണം. സാധനമൊന്നുമില്ല. പെണ്ണുങ്ങളാണ് നടന്നു നോക്കിക്കൊണ്ടിരിക്കുക. പുറത്ത് നമ്മൾ അതിന് വിറവ് കയറിക്കൊണ്ടിരിക്കുകയാണ്. മറവിൽ കാണാം. ഇത് അത്യാവശ്യം പൊങ്ങിയിട്ടുണ്ട്. കണ്ടോ, കലാത്തിയ അവിടെ കാത്തിട്ടുണ്ട്. ഇത് ബൊഗൈൻവില്ല കുറച്ച് വലുതായിട്ട് നടണം. അതിന് ഇവിടെ കമ്പിയൊക്കെ വെച്ച് സ്റ്റാൻഡൊക്കെ സെറ്റാക്കിയിട്ട് നല്ല രീതിയിൽ നടണം. ഇന്ന് പരിപാടിയൊന്നുമില്ല. കുറച്ച് പേപ്പർ നോക്കണം, പരീക്ഷാ പേപ്പർ നോക്കണം. തിങ്കളാഴ്ച സ്കൂളിൽ ക്യാമ്പ് തുടങ്ങും. അപ്പോൾ അതിന് രാവിലെ പോകണം. പിന്നെ ട്രാൻസ്ഫറിൻ്റെ പേപ്പറുണ്ട്, അത് കൊല്ലത്തുകൊണ്ട് കൊടുക്കണം. അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട്. തിങ്കളാഴ്ച മുതൽ പരിപാടികൾ ആക്റ്റീവാകും. ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇത് ഈ ഷൂ റാക്കറ്റ് ഇത് വെച്ചിരിക്കുന്നുണ്ടോ? നമ്മളിത് ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നത്, സിറ്റ് ഔട്ടിൽ. ഇതെന്തെങ്കിലും വെച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും ഫൗളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ വേറെ സ്ഥലമില്ല, അതുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നു. പിന്നീട് വൈകുന്നേരം നമ്മളിപ്പം കുറേ നാളത്തെ റെസ്റ്റിന് ശേഷം വൈകുന്നേരം വർക്കൗട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ദിവസം ഭയങ്കര വേദനയായിരുന്നു കാലത്ത്. ഇപ്പോൾ കുറേ മാറി. അപ്പം നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ മാറുമായിരിക്കും പ്രതീക്ഷിക്കുന്നു.
കേശുവിന് ചെറുതായിട്ട് കാല് ചെറിയ പെയിനുണ്ട്, ചെറിയൊരു ഇഞ്ചറി പറ്റി, അതിൻ്റെ പെയിനുണ്ട്. 2 ദിവസം വെള്ളമൊക്കെ പിടിച്ച് തൈലൊക്കെ ഇട്ടിട്ട് നമ്മൾ വീണ്ടും സജീവമായിട്ട് ഇതിനകത്തൊക്കെ ഇറങ്ങും. അതുപോലെ തന്നെ നമ്മൾ അവിടെ ഇസിയാൻ സ്പോർട്സ് കൺവെൻഷൻ സെൻറ്റർ എന്ന് പറഞ്ഞ് ഞങ്ങൾ അടുത്ത് തന്നെ ഒരു സ്പോർട്സിൻ്റെ വലിയൊരു സ്പോർട്സ് കോംപ്ലക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു വീഡിയോ എടുക്കും അതിനെക്കുറിച്ച്. അപ്പോൾ അതൊക്കെ ഞാൻ ഞങ്ങളുടെ അമ്പലത്തിലേക്ക് പോവുകയാണ്, ചെറുക്കര അമ്പലത്തിലേക്ക്. അതിൽ നാളെ ഒരു ചെറിയ പരിപാടിയുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുമോളുടെ ചോറൂണാണ്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിലൂടെ ഒന്നും അറിയിച്ചിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിനായിട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയാൻ അമ്പലത്തിൽ പോയെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ചെറുക്കര വയലിൻ്റെ ഭാഗത്തുണ്ട്. ഇവിടെ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം.